ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളിസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. Arrivals Men Apparels near Town Square, വണ്ടൂർ. വയനാട്ടിൽ തിളക്കമാർന്ന വിജയവുമായി രാഹുൽ ഗാന്ധി. 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന സിപിഐയിലെ ആനി രാജയെ രാഹുൽ പരാജയപ്പെടുത്തിയത്. വയനാട്ടിൽ 2019 കന്നി അംഗത്തിൽ 4,31,770 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നത്. 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇത്തവണ 4 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യുപിയിലെ റായ്ബലേറിയിൽ നിന്നും വിജയിച്ചത്. 2 മണ്ഡലങ്ങളിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നിലയും മെച്ചപ്പെടുത്തി. 2019 7,06,367 വോട്ടാണ് രാഹുൽ ഗാന്ധി നേടിയിരുന്നത്. പോൾ ചെയ്ത വോട്ടിന്റെ 64.67%. ഇപ്രാവശ്യം 6,47,445 വോട്ട് നേടി. പോൾ ചെയ്ത വോട്ടിന്റെ 59.69%. ഏകദേശം 5% കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2019 LDFിലെ PP സുനീറിന് 2,74,597 വോട്ടാണ് ലഭിച്ചത്. പോൾ ചെയ്ത വോട്ടിന്റെ 25.14%. ആനി രാജയ്ക്ക് 2,83,023 വോട്ടാണ് ലഭിച്ചത്. 2019 8,000-ലധികം വോട്ടുകൾ മാത്രമാണ് അധികം ലഭിച്ചത്. വോട്ടിംഗ് ശതമാനം 25.14 നിന്നും 1% താഴെ മാത്രം വർദ്ധിച്ച് 26.09%. 2019 NDA ഘടകകക്ഷിയായ BDJSന് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചിരുന്നത്. 78,816 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പോൾ ചെയ്ത വോട്ടിന്റെ 7.22%. ഇക്കുറി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ 2019 78,816 നിന്നും 11,41,045 വോട്ടിലേക്ക് ഉയർന്നു. വോട്ടിംഗ് ശതമാനവും 13 ഉയർന്നു. BJPക്ക് വോട്ടുകളിൽ കാര്യമായ വർധന നടത്താൻ കഴിഞ്ഞപ്പോഴും LDFന് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. 52 അംഗങ്ങളാണ് 17ാം ലോക്സഭയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നതെങ്കിൽ അത് 99 ഉയർത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ട 54 അംഗങ്ങളെ 2014 2019 വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ തിരിച്ചുവരവിനാണ് ഈ തെരഞ്ഞെടുപ്പ് വഴിതെളിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. ഇത് LDFന് തന്നെ തിരിച്ചടിയായതായി ഫലം തെളിയിക്കുന്നു. വയനാട് മണ്ഡലത്തിലെ ഇടതു കേന്ദ്രങ്ങളിലുൾപ്പെടെ മികച്ച ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധി നേടിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ DNA പരിശോധന വേണമെന്നാവശ്യപ്പെട്ട PV അൻവർ MLAയുടെ മണ്ഡലമായ നിലമ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 1,00,000-ന് മുകളിലാണ്. 57,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ രാഹുലിന് ലഭിച്ചത്. നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും UDF ലീഡ് നേടി. മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം 1,00,000-ന് മുകളിലാണ്. LDF CPI ദേശീയ നേതാവായ ആനി രാജയെ കളത്തിലിറക്കി 2 മാസത്തോളം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടാക്കി മാറ്റുന്നതിൽ LDF പരാജയപ്പെട്ടതും രാഹുൽ ഗാന്ധിയുടെ മികച്ച ഭൂരിപക്ഷത്തിന് ഇടയാക്കി. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് LDF നടത്തിയ നീക്കവും ഫലം കണ്ടില്ല. ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യപ്രചാരകനാക്കി ഇറക്കിയതും LDFന് തിരിച്ചടിയായതായാണ് വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം, KK ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പ് ഉൾപ്പെടെ CPMനെ ഇക്കുറി കൈവിട്ടത് ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് സൂചന. ആനി രാജയ്ക്കും LDFനും മണ്ഡലത്തിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാനായില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നേരിയ വോട്ട് വർധന വരുത്താനായെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയ്ക്ക് വയനാട്ടിൽ തടയിടാനായില്ല. വയനാട് ജില്ലയിലെ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് മണ്ഡലം. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ.